ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുസാറ്റിൻ്റെ കാറ്റിൻ്റെ ഒരു യു ജി ആസ്പിരൻസിന് വേണ്ടി ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ റാങ്ക് ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമായിരിക്കുമല്ലോ. അപ്പോൾ അപ്ലിക്കൻസ് ഹു ഹാവ് രാജ്യ പുരസ്കാർ എന്ന ജന്മമുദ്ര സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത് എന്താണെന്നറിയാത്തവർക്ക് ഇത് ഈ സ്പോർട്സ് ഗൈഡ്സ്, അതുപോലെ റേഞ്ചർ റോവർ അങ്ങനത്തെ ഇതിനൊക്കെ ഉള്ളവർക്ക് വേണ്ടി കിട്ടുന്നതാണ്. അത് അവർ ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവർ ഷോൾ സെൻഡ് എ കോപ്പി ഓഫ് ദർ സർട്ടിഫിക്കറ്റ് ആൻഡ് CAT 2020 രജിസ്ട്രേഷൻ നമ്പർ ടു ഈ ഒരു ID admissions.kussat എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ ഒരു രജിസ്റ്റേർഡ് ഇമെയിൽ ID ഉണ്ടാവുമല്ലോ, അതിൽ നിന്നും ജൂലൈ 11 മുമ്പായിട്ട് അയക്കാം. അപ്പോൾ ഇതാണെങ്കിൽ പുതിയൊരു കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സർക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഉള്ളവർക്ക് സാധാരണ ഇതുവരെ സ്പോർട്സ് ഗൈഡ്സിന് അങ്ങനെ NCC NSSനൊക്കെ ഉണ്ടെങ്കിലും സ്പോർട്സ് ഗൈഡ്സ് ഒക്കെ പോലുള്ളവർക്കൊന്നും ഗ്രേസ് മാർക്കൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ അവർക്ക് ഒരു 15 മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ കുസാറ്റും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങളത് ഈ പറഞ്ഞ പോലെ ഇമെയിൽ ചെയ്യാം കേട്ടോ. പിന്നെ വേറൊരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട് UG ആസ്പിരൻസിന് തന്നെ. അതായത് KVPY സ്കോളർഷിപ്പ് ക്വാളിഫൈ ചെയ്തവർ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്തിട്ട് 11-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ്. അതും സെയിം ജൂലൈ 11 അപ്പോൾ ഈ KVPY സ്കോളർഷിപ്പ് എന്താണെന്ന് അറിയാത്തവർക്ക് ഇതാണ് KVPY സ്കോളർഷിപ്പ്. അതായത് കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന, അതായത് സ്റ്റാർട്ടഡ് ഇൻ 1999 ബൈ DST ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റാർട്ട് ചെയ്തതാണ്. ടു എൻകറേജ് സ്റ്റുഡൻസ് ഹു ആർ സ്റ്റഡിങ് ബേസിക് സയൻസ് ടു ടേക്ക് ഇത് റിസർച്ച് കരിയർ ഇൻ സയൻസിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ്. അതായത് ഐഡൻറ്റിഫൈ എൻകറേജ് ടാലൻറ്റഡ് ആൻഡ് മോട്ടിവേറ്റഡ് സ്റ്റുഡൻസ് ടു പെർസ്യൂ റിസർച്ച് കരിയർ പെർസ്യൂ ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണിത്. അത് ശരിക്കും ഫെലോഷിപ്പോട് കൂടിയുള്ളതാണ് കേട്ടോ. കണ്ടോ, ഫസ്റ്റ് ടു തേർഡ് ഇയർ ഓഫ് ഇപ്പോൾ BSCയോ BSO BTechും പെടും. സാറ്റ് മാത്സ് ഇതൊക്കെ ആണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MSc അതൊക്കെ ആണെങ്കിൽ 5000 രൂപ വരുന്നുണ്ട്. അതേപോലെ കണ്ടിജൻറ്റ് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഫെലോഷിപ്പിനെ കൂടാതെ ഒരു കണ്ടിജൻറ്റ് ഗ്രാൻഡ് 20,000 വരുന്നുണ്ട്. അതേപോലെ MSc ഫസ്റ്റ് ഇയർ ഓഫ് MSCയോ അല്ലെങ്കിൽ 4th or 5th ഇയർ ഓഫ് ഇൻ്റഗ്രേറ്റഡ് MSc ഉള്ളവർക്ക് 7000 രൂപ മന്ത്ലിയും അതുപോലെ കണ്ടിജൻറ്റ് ഗ്രാൻഡ് 28,000 വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഉള്ളവർ അത് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ അപ്പോൾ അതാണ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെന്താണെന്ന് ഇതുവരെ ഇതിനെപ്പറ്റി അറിയാത്തവർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വർഷം ഒക്കെ ഇത് ട്രൈ ചെയ്യാം. ഇതിൽ കണ്ടില്ലേ 4th ഇയർ ഓഫ് ഇൻ്റഗ്രേറ്റഡ് MScക്കൊക്കെ പറ്റും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷമൊക്കെ പോയിട്ട് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. അത് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് അടുത്ത വർഷം വരുന്ന വർഷങ്ങളിൽ അത് യൂട്ടിലൈസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതാണ് വന്നിട്ടുള്ള അപ്ഡേറ്റ്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് പോയിട്ട് ഇത് രണ്ടും ഉള്ളവർ അപ്ഡേറ്റ് ചെയ്യുക. അറിയാത്തവർക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഭാവിയിലോ നെക്സ്റ്റ് ഇയറോ അപ്പോൾ വേണമെങ്കിലൊക്കെ പറ്റുകയാണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ മിക്കവാറും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു ജൂലൈ 11 കഴിയുന്നതോടുകൂടി ആയിരിക്കും. 11 കഴിഞ്ഞാൽ ഉടനെ നമുക്ക് റാങ്ക് പ്രതീക്ഷിക്കാം, റാങ്ക് ലിസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.